അജിംഷാദ് 2 മാസം നീണ്ട ദൈർഘ്യമേറിയ പ്രചരണത്തിന് ശേഷം ജനവിധി എഴുതാൻ കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. രാവിലെ 7 മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. ഇപ്പോൾ ഏറ്റവും സമഗ്രമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പീപ്പിൾ ടിവിയും ഒരുങ്ങിക്കഴിഞ്ഞു. ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും പീപ്പിൾ ടിവി ഒരുക്കി കഴിഞ്ഞു. ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് ഇപ്പോൾ 140 മണ്ഡലങ്ങളിലൂടെയും അതിന്റെ ഓരോ സ്പന്ദനങ്ങളെയും ഒപ്പിയെടുക്കാൻ നമ്മൾ തയ്യാറാണ്, സുസജ്ജമാണ്. തുടങ്ങാം. തീർച്ചയായും തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള വിവരങ്ങളുമായി നമ്മളുടെ പ്രതിനിധി KG ദിനകർ ചേരുകയാണ്. കേരളത്തിന്റെ മുഴുവൻ ചിത്രം നൽകാനായി. ഒരുപക്ഷെ ദിനകർ കേൾക്കാമെങ്കിൽ, അതായത് സജീവമായ ഒരു പ്രചരണം, ഒടുവിൽ കനത്ത ചൂട്, ആ ചൂടിന് അറുതിയായി ചെറിയ മഴ തുടങ്ങുന്നു. ജനവിധി ഇന്ന് 7 മണി. അജിംഷാദ്, കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കേവലം 55 മിനിറ്റുകൾ കൂടി മാത്രമാണ് ഉള്ളത്. പോളിംഗ് ബൂത്തുകൾ എല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. കേരളം വിധിയോർത്തിരിക്കുന്ന, ഇന്ത്യ ഒട്ടാകെ കാതോർക്കുന്ന ഒരു വിധിയെഴുത്താണ് ഇന്ന് ഉണ്ടാവുക. 19-ാം തീയതിയാണ് വോട്ട് എണ്ണൽ നടക്കുക. 7 മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് 6 മണി വരെ തുടരും. 6 മണിയിൽ ക്യൂവിലുള്ള മുഴുവൻ ആളുകൾക്കും സ്ലിപ്പ് കൊടുത്തുകൊണ്ട് മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒട്ടാകെ 2,60,19,284 വോട്ടർമാരാണ് ഉള്ളത്. 1,203 സ്ഥാനാർത്ഥികളും ഉണ്ട്. 2011 28,70,1,000 പേർ കൂടുതലാണ് ഇത്തവണ വോട്ടർമാർ ഉള്ളത്. 23,289 പ്രവാസി വോട്ടർമാരും ആണ് ഉള്ളത്. 1,11,897 ജീവനക്കാരാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജരാക്കിയിരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് ക്രമീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ 21,498 ബൂത്തുകളാണ് സംസ്ഥാനത്തൊട്ടാകെ ക്രമീകരിച്ചിട്ടുള്ളത്. 148 ഓക്സിലറി ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ബൂത്തിൽ പരമാവധി വോട്ടർമാർ എന്ന് പറയുന്നത് 1,750 പേരാണ്. എന്തായാലും കേരളം കാതോർത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് അല്പസമയം കൂടി മാത്രം മതിയാകും. LDFും UDFും അതോടൊപ്പം തന്നെ BJPയും ശക്തമായ വാശിയേറിയ പ്രചരണങ്ങളാണ് കഴിഞ്ഞ 2 മാസമായി സംസ്ഥാനത്ത് എമ്പാടും നടത്തിയത്. വലിയ വിജയപ്രതീക്ഷയാണ് LDF പുലർത്തുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടൽ UDFും നടത്തുന്നു. അതേസമയം തങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് BJPയും ഉള്ളത്. കഴിഞ്ഞ തവണ പോളിംഗ് പെർസെൻറ്റേജ് 75.12% കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ്. ഇത്തവണ അത് ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം വലിയ രീതിയിലുള്ള പ്രചരണം ആണ് സംഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഇത്തവണ ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. അജിംഷാദ്. തീർച്ചയായും ദിനകർ, ഒരുപക്ഷേ നീണ്ട പ്രചരണം, നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെയും സജീവമായ ഘട്ടമാണ്. തീർച്ചയായും ദിനകറിലേക്ക് എത്താം. ഇപ്പോൾ നമ്മോടൊപ്പം കണ്ണൂരിൽ നിന്നും ജോഷില ചേരുകയാണ്. ജോഷില, യഥാർത്ഥത്തിൽ വളരെ പ്രമുഖരായ നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ കൂടിയുണ്ട് കണ്ണൂരിൽ. ആദ്യം നമുക്ക് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും നീങ്ങാം. ജോഷില, എത്ര ബൂത്തുകൾ, പ്രശ്നബാധിത ബൂത്തുകൾ എത്രയൊക്കെ തുടങ്ങിയ വിശദാംശങ്ങളിലേക്ക് പോയാൽ. തീർച്ചയായും അജിംഷാദ്, ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ മത്സരിക്കുന്ന ജില്ല എന്ന് വേണം കണ്ണൂരിനെ വിശേഷിപ്പിക്കാൻ. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, അതുപോലെ തന്നെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ, EP ജയരാജൻ എന്നിവർ മത്സരിക്കുന്ന മണ്ഡലം, KC ജോസഫ് അടക്കമുള്ള മന്ത്രിമാർ, KP മോഹൻ അടക്കമുള്ള മന്ത്രിമാർ, ഇവരെല്ലാം മത്സരിക്കുന്ന മണ്ഡലങ്ങൾ അത് കണ്ണൂരിലാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിനെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ മത്സരിക്കുന്ന ജില്ല എന്ന് വിശേഷിപ്പിക്കാം. 19,54,000 പരം വോട്ടർമാരാണ് 11 മണ്ഡലങ്ങളിലായി ഇന്ന് പോളിംഗ് ബൂത്തുകളിലെത്തുക. നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായിട്ടുള്ളത് ധർമ്മടം മണ്ഡലത്തിലാണ്. ധർമ്മടം മണ്ഡലത്തിലെ പിണറായി RCMല ബേസിക് UP സ്കൂളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താനായി എത്തുക. ഏകദേശം 7 മണിയോടുകൂടി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി എത്തും. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ആകെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ 1,629 ബൂത്തുകളിലായി 1,054 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്.
ഒരുക്കിയിട്ടുണ്ട്. 192 ബൂത്തുകളിൽ മുഴുവൻ സമയ വീഡിയോ ചിത്രീകരണത്തിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ കല്യാശ്ശേരി, പയ്യന്നൂർ, തളിപ്പറമ്പ്, ധർമ്മടം, അഴീക്കോട്, കൂത്തുപറമ്പ് മണ്ഡലങ്ങളായി 90% വെബ്കാസ്റ്റിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. ഈ മണ്ഡലങ്ങളിലെ മറ്റൊരു പ്രത്യേകത, ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ CPIM-ന് അഥവാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മേഖലകളാണ്. ഈ മേഖലകളിലാണ്, ഈ മണ്ഡലങ്ങളിലാണ് വെബ്കാസ്റ്റിംഗ് സൗകര്യം 90% വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 80.66% പോളിംഗ് ആണ് ധർമ്മട മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതായിരുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലവും ജില്ലയിലെ. അജിംഷാദ്. തീർച്ചയായും ജോഷില വിവരങ്ങൾ നൽകുമ്പോൾ തൃശ്ശൂരിൽ നിന്നും ദിൽജിത്ത് ഉണ്ട്. സോമി. ദിൽജിത്ത്, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകൾ LDF നിലനിർത്തിയിരുന്നു. അത്തരത്തിലുള്ള മൊത്തത്തിൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശൂർ ജില്ലയിൽ നിലനിൽക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് പോളിംഗിലേക്ക് നീങ്ങുമ്പോൾ ആ മണ്ഡലത്തെ പൊതുവായി വിലയിരുത്താനാവുക? ദിൽജിത്ത്. തീർച്ചയായും ദിൽജിത്തിലേക്ക് പോകാനാകും. അതായത് നിയമസഭയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ആൾക്കാരിൽ ഒരാളാണ് പ്രമുഖമായും VS സുനിൽകുമാർ തൃശ്ശൂരിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ടുകൂടി തൃശ്ശൂർ എന്ന ജില്ല കുറെ കൂടി ശ്രദ്ധ ആകർഷിച്ച ഘട്ടം കൂടി നാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒന്നാകെ എത്തുന്നു. നോക്കൂ സോമി, അതായത് സോളാർ, ബാർക്കോഴ തുടങ്ങി പീപ്പിൾ TV പുറത്തെത്തിച്ച പല രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒരുപക്ഷെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ അവരുടെ വിഷയങ്ങളായി ഉയർത്തിക്കാട്ടുന്നു എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. 2016 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ക്രൂഷ്യലായ 56 കേരളം രൂപീകൃതമായതിനു ശേഷം ഏറ്റവും നിർണായകമായ വിഷയങ്ങൾ, ഏറ്റവും സജീവമായ പല വിഷയങ്ങൾ കൊണ്ട് പ്രമുഖമായ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട്. തീർച്ചയായും തൃശ്ശൂരിലെ വിവരങ്ങളുമായി ദിൽജിത്ത് ഒരിക്കൽ കൂടി ചേരുമ്പോൾ, തൃശ്ശൂർ എങ്ങനെയാകും ഇന്ന് വിധിയെഴുത്തു തുടങ്ങുക? ഒരുപക്ഷെ വിവരങ്ങളും വിശദാംശങ്ങളും നൽകാൻ പോകുമ്പോൾ ദിൽജിത്ത്. തീർച്ചയായും ദിനകറിലേക്ക് കൂടി പോകുമ്പോൾ, ദിനകർ, അതായത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ സജീവമായ തെരഞ്ഞെടുപ്പ്, കടുത്ത ചൂടിലെ പ്രചരണം, ഒരുപാട് സമയം കിട്ടിയ പ്രചരണത്തിനുള്ള നാളുകൾ, ഇതൊക്കെയും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ആവേശോജ്വലമായ ആത്മവിശ്വാസം രൂപീകരിക്കാൻ എല്ലാ മുന്നണികളെയും സാധ്യമാക്കി. ഒരുപക്ഷെ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. മറ്റു പല പൊളിച്ചെഴുത്തും അട്ടിമറിക്കും ചില കോണുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കേരളം എങ്ങനെ വിധിയെഴുതും എന്നത് ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷകരുടെ കോണുകളിൽ തന്നെ അനിശ്ചിതത്വങ്ങൾ ഒരുപാടാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് അല്പസമയത്തിനകം വിധിയെഴുത്ത് തുടങ്ങാൻ പോകുന്നത്. ദിനകർ. പക്ഷേ അത് പ്രചരണ വിഷയങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധേയമായിരുന്നു. 2 മാസക്കാലം, മുൻപെങ്ങുമില്ലാത്ത വിധം 2 മാസത്തോളം പ്രചരണത്തിന് സമയം കിട്ടിയിരുന്നു എന്നുള്ളതും ഒരു വശത്ത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഗുണമായിരുന്നു, മറുവശത്ത് അതിൻ്റെ ദോഷവശങ്ങളും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ പ്രചരണ വിഷയങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് കേരളം ശ്രദ്ധേയമായി. അതോടൊപ്പം തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ച് പറ്റുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ കാതോർക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം മുൻപെങ്ങുമില്ലാത്ത വിധം ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഇത്രത്തോളം വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം എത്തി നിൽക്കുന്നു. നേരത്തെ അജിംഷാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രചരണ വിഷയങ്ങൾ, അതായത് അഴിമതിയും അതോടൊപ്പം തന്നെ മറ്റ് ഘടകങ്ങളും ഉൾപ്പെടെ, അഴിമതിയും വിലക്കയറ്റവും വികസനവും ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. LDF ഇത്തവണ ഭരണം പിടിച്ചെടുക്കാൻ LDF ശക്തമായി മത്സരിക്കുമ്പോൾ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി UDF ശക്തമായി നിൽക്കുന്നു. BJP ആവട്ടെ BDJS-നെ കൂട്ടുപിടിച്ചുകൊണ്ട്, മറ്റ് ചെറിയ കക്ഷികളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. ഈ 3 കക്ഷികളും ശക്തമായി തെരഞ്ഞെടുപ്പിൽ രംഗത്ത് എത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും ഏറ്റിയ ഒരു ഘടകം തന്നെയായിരുന്നു ഇത്. LDF-നെ സംബന്ധിച്ചിടത്തോളം LDF വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. 80 മുതൽ 90 വരെ സീറ്റുകൾക്ക് വിജയപ്രതീക്ഷയാണ് LDF വെച്ച് പുലർത്തുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഭരണ തുടർച്ച എന്ന് പറയുമ്പോൾ 70 മുതൽ 75 സീറ്റുകൾ വരെ ലഭിക്കും എന്നാണ് UDF-ഉം കണക്ക് കൂട്ടുന്നത്. BJP ആവട്ടെ തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്ന ഒരു നിലപാടാണ് അവർക്ക് ഉള്ളത്. അത് അവർ
ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എൽ ഡി എഫിൻ്റെ നിലപാടുകൾ പരിശോധിക്കുകയാണ് എങ്കിൽ അഴിമതിയും അതോടൊപ്പം തന്നെ വിലക്കയറ്റവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് LDF പ്രധാനമായും പ്രചരണത്തിന് ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതാണ് ദിനകർ. അതായത് യഥാർത്ഥത്തിൽ പ്രചരണ ഘട്ടത്തിൽ വലിയ ചൂടൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ തുടങ്ങി. തെക്കൻ കേരളത്തിൽ കനത്ത മഴ ഉണ്ട് എന്നതാണ് നമ്മുടെ ബ്രേക്കിങ്ങിലും കാണാനാകുന്നത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിനകർ, ഒരു പക്ഷേ സാധാരണഗതിയിൽ മന്ദഗതിയിലാണ് തിരുവനന്തപുരത്തിന്റെ സാധാരണ പോളിംഗ് പുരോഗമിക്കുക. അങ്ങനെയാണെങ്കിൽ മഴ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? ചൂടിന് ആശ്വാസമായി മഴയെത്തിയെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന് മറ്റൊരു വിഭിന്നമായ മുഖമാണോ അവിടെ നൽകുന്നത്? ദിനകർ. തീർച്ചയായും അജിംഷാദ്, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തെക്കൻ കേരളത്തിൽ മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും കനത്ത മഴ തെക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കനത്ത മഴ രാത്രിയും ഉണ്ടായിരുന്നു. ഇന്നും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. നേരിയ മഴ ഇപ്പോഴും തിരുവനന്തപുരത്ത് നഗരത്തിൽ പല നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും മഴയുണ്ട്. അത് പോളിങ്ങിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. എന്നാൽ പോലും മഴ ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയ്ക്കുന്ന സാഹചര്യം ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോളിംഗ് ശതമാനം 75.12 ആണ്. ഇത്തവണത്തെ പ്രചരണ ചൂട് കൊണ്ട് തന്നെ പോളിംഗ് ശതമാനം അതിലും ഉയരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഒപ്പം രാഷ്ട്രീയ മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ മഴ ഏതെങ്കിലും തരത്തിൽ തീർച്ചയായും ദിനകർ ശബ്ദം കേൾക്കുന്നുണ്ട്. മോക്ക് പോളിംഗ് ആരംഭിച്ചോ? തീർച്ചയായും അജിംഷാദ്, മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പോളിംഗ് ബൂത്തുകളിൽ സജ്ജരായി കഴിഞ്ഞിരിക്കുന്നു. വോട്ടർമാർ ഇപ്പോൾ തന്നെ ചെറിയ തോതിൽ പല ബൂത്തുകളിലും ക്യൂവിൽ എത്തിയിട്ടുണ്ട് എന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. കാരണം തന്നെ വോട്ട് ചെയ്ത് മടങ്ങാൻ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നതിൻ്റെ ഭാഗമായി പല ബൂത്തുകളിലും ചെറിയ നിര ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. തലസ്ഥാന നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ പ്രാന്തപ്രദേശങ്ങളിലും ചെറിയ തോതിലുള്ള ക്യൂ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുമുണ്ട്. അജിംഷാദ്. തീർച്ചയായും ദിനകർ വിവരങ്ങൾ നൽകുമ്പോൾ സോമി, നമ്മോടൊപ്പം ദിൽജിത്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും ദിൽജിത്ത്, തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് പോളിംഗ് ബൂത്തിലേക്ക് വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മണ്ഡലത്തെ പൊതുവായി വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ്? തീർച്ചയായും സോമി, നിലവിൽ 7-6 എന്നതാണ് തൃശ്ശൂരിലെ നില. LDF 7 മണ്ഡലങ്ങളും UDF 6 മണ്ഡലങ്ങളുമാണ് ഉള്ളത്. ഇത്തവണ 100 സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ജനവരി തേടുന്നത്. 24,77,686 വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം 74.88% പോളിംഗ് ആണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ഇക്കുറിയും അത്തരത്തിൽ ഒരു വലിയ തരത്തിൽ തന്നെ പോളിംഗ് നീങ്ങും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കക്ഷികൾ, മുന്നണികൾ എല്ലാം തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഇന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിലും രാവിലെ കനത്ത മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മോക്ക് പോളിംഗ് തുടങ്ങാനുള്ള ഈ സമയമാകുമ്പോൾ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടാകുന്നു. ഏകദേശം 7 മണിക്ക് തന്നെ പൂർണ്ണമായും പോളിംഗ് തുടങ്ങാവുന്ന രീതിയിൽ തന്നെ എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ തുടർന്നും തെളിഞ്ഞ ഒരു കാലാവസ്ഥയല്ല ഇവിടെ ഉള്ളത്. തുടർന്നുള്ള മണിക്കൂറുകളിൽ മഴ കനക്കാനുള്ള സാധ്യതയും പോളിംഗിനെ ബാധിക്കുമെന്ന ആശങ്ക മുന്നണികൾ പുലർത്തുന്നുണ്ട്. ഏതായാലും ഇക്കുറി ജില്ലയിൽ നിന്ന് 24,87,686 വോട്ടർമാരാണ്. ഇവയിൽ പുരുഷ വോട്ടർമാരുടെ എണ്ണം 11,84,230, സ്ത്രീ വോട്ടർമാരുടെ എണ്ണം 13,04,555. മറ്റൊരു പ്രത്യേകത, ഇവിടെ പ്രശ്ന സാധ്യതാ ബൂത്തുകളുടെ എണ്ണം 344. ഇവയിൽ 30 ബൂത്തുകളെ അതീവ പ്രശ്ന സാധ്യതാ ബൂത്തുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും കൂടുതൽ പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഉള്ളത് ഗുരുവായൂർ മണ്ഡലത്തിലാണ്. പ്രത്യേകിച്ച് ഇക്കുറി 24.25 ലക്ഷം പുതിയ വോട്ടർമാർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2.25 ലക്ഷത്തോളം പുതിയ വോട്ടർമാർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം തന്നെ പിന്തുണ നേടാനായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിശബ്ദ പ്രചരണത്തിലും സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇവയിലെല്ലാം തന്നെ ശക്തമായ പ്രചരണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള ശ്രമം മുന്നണികളും സ്ഥാനാർത്ഥികളും തന്നെ ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. 7 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഈ മുന്നണികൾ വോട്ടർമാരെ
എത്തിക്കുന്നതിനും വോട്ടവകാശം വിനിയോഗിക്കുന്നതിനുമായിട്ടുള്ള അവരെ എത്തിക്കും. ഏകദേശം ഇപ്പോൾ 225 പോളിംഗ് ഉദ്യോഗസ്ഥരും 10,500 അനുബന്ധ ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ പോളിംഗ് ജോലിക്കായി ജില്ലയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. 6,259 പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുരക്ഷ ഒരുക്കാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ 7 സിറ്റിംഗ് MLA-മാരാണ് ജനുവരി തേടാൻ ഇക്കുറി ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് LDF-ൽ നിന്ന് 5 സിറ്റിംഗ് MLA-മാർ VS സുനിൽകുമാർ, KV അബ്ദുൽ ഖാദർ, C രവീന്ദ്രനാഥ്, BD ദേവസി, ഗീത ഗോപി എന്നീ 5 സിറ്റിംഗ് MLA-മാരാണ് ഇക്കുറി വീണ്ടും ജനുവരി തേടുന്നത്. UDF-ൽ നിന്ന് MP വിൻസെന്റ്, തോമസ് ഉണ്ണിയാടൻ എന്നീ 2 സിറ്റിംഗ് MLA-മാരാണ് ജനുവരി തേടുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ സീറ്റ് ലഭിച്ച ഏക MLA MP വിൻസെന്റ് മാത്രമാണ്. നിലവിൽ തൃശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ 5 തവണയിലധികമായി മത്സരിക്കുന്ന തേറമ്പിൽ രാമകൃഷ്ണൻ, അതുപോലെ തന്നെ CN ബാലകൃഷ്ണൻ, TN പ്രതാപൻ അടക്കമുള്ള നിരവധി നേതാക്കൾ സീറ്റ് ലഭിക്കാതെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ഒരു അതൃപ്തി ഈ വോട്ടെടുപ്പിലും ഉണ്ടാവും എന്ന തരത്തിലൊരു സൂചന മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. ഇപ്പോൾ മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കാം. വടകര മുതൽ തിരുവമ്പാടി വരെ ഉള്ള മണ്ഡലങ്ങളുടെ വിവരങ്ങളും ഒക്കെയായി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. തീർച്ചയായും 140 മണ്ഡലങ്ങളിലെയും ഓരോ സ്പന്ദനങ്ങളും ഒപ്പിയെടുക്കാൻ പീപ്പിൾ TV ഇതാ വിധിയെഴുത്ത് ദിവസം സജീവമായി കഴിഞ്ഞു. ഒരുപക്ഷെ 38 മിനിറ്റാണ് സ്റ്റുഡിയോയിലെ ക്ലോക്ക് പ്രകാരം സോമി ഉള്ളത് ഇനി വോട്ടെടുപ്പ് ആരംഭിക്കാൻ. സോമി, ഇനി നമുക്ക് കോഴിക്കോടേക്ക് പോകാം. വിനിഷ വൃന്ദാവൻ നമ്മുടെ പ്രതിനിധി സജീവമായിട്ടുണ്ട്. തീർച്ചയായും വിനിഷ, അതായത് വടകര മുതൽ തിരുവമ്പാടി വരെയുള്ള മണ്ഡലങ്ങൾ, ഒരുപക്ഷെ കോഴിക്കോടിന്റെ പോളിംഗ് സ്വഭാവം എങ്ങനെയാണ്? മഴയുണ്ടോ അവിടെ? അജിംഷാദ്, നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടകര മുതൽ തിരുവമ്പാടി വരെ 13 മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ 13 മണ്ഡലങ്ങളിലെ വിവിധ ബൂത്തുകളിൽ തയ്യാറാക്കിയിട്ടുള്ളത്. 13 മണ്ഡലങ്ങളിൽ നിന്നായി 150-ലേറെ സ്ഥാനാർത്ഥികൾ ഇത്തവണ ജനവിധി തേടുന്നു. ദേശീയ നേതാക്കളെ അടക്കം പ്രചാരണ രംഗത്തിറക്കിയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നേരിട്ടത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം കഴിഞ്ഞെത്തിയ ഒരു തിരഞ്ഞെടുപ്പ് എന്നതിനാൽ തന്നെ വലിയ രീതിയിൽ പോളിംഗ് ശതമാനം ഉയരാൻ തന്നെയാണ് സാധ്യത. കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കനത്ത പോളിംഗ് രേഖപ്പെടുത്താനാണ് സാധ്യത. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പോളിംഗ് തുടങ്ങി ആദ്യ 7 മണി മുതൽ ആരംഭിച്ചു ഒരു 9 മണി 10 മണി വരെയുള്ള സമയങ്ങളിൽ വോട്ടർമാരെല്ലാവരും തന്നെ പോളിംഗ് ബൂത്തുകളിൽ എത്തി. പ്രത്യേകിച്ചും മലയോര മേഖലകളിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ബൂത്തുകളിലെ പുരുഷ വോട്ടർമാർ അതിരാവിലെ തന്നെ ഇപ്പോഴും 6 മണിയോടുകൂടി തന്നെ പല ബൂത്തുകളിലും ഒരു നീണ്ട ക്യൂ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. 7 മണിക്ക് തന്നെ തങ്ങളുടെ ആദ്യ വോട്ട് ഞാനായിരിക്കണം ആദ്യ വോട്ട് രേഖപ്പെടുത്തുന്ന ആൾ എന്ന രീതിയിലുള്ള ഒരു മത്സരവും ഗ്രാമപ്രദേശങ്ങളിൽ കാണാവുന്നതാണ്. ഇതിനോടകം തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ ബൂത്തുകളിൽ നീണ്ട ഒരു ക്യൂ വോട്ട് ചെയ്യാനായി വന്നിരിക്കുന്നു. അത് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു പ്രചാരണ തന്ത്രങ്ങളായിരുന്നു ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ 13 മണ്ഡലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചത്. ദേശീയ നേതാക്കളടക്കം പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ ഉണ്ടായിരുന്നു. മറ്റെല്ലാ തെരഞ്ഞെടുപ്പിൽ നിന്നും വിഭിന്നമായി വളരെയധികം സമയം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ലഭിച്ചിരുന്നു എന്നതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണ തന്ത്രങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ 23,59,733 വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിലായി ആകെയുള്ളത്. ഇതിൽ 12,24,324 സ്ത്രീ വോട്ടർമാരാണുള്ളത്. 11,35,467 പുരുഷ വോട്ടർമാരുമുണ്ട്. 891 സർവീസ് വോട്ടർമാരും കോഴിക്കോട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലുണ്ട്. 13 മണ്ഡലങ്ങളിലായി 6,913 പ്രവാസി വോട്ടർമാരാണുള്ളത്. ഏറ്റവും കൂടുതൽ കുറ്റ്യാടി മണ്ഡലത്തിലാണ് പ്രവാസി വോട്ടർമാർ ഇത്തവണയുള്ളത്. 2,654 പ്രവാസി വോട്ടർമാരാണ് കുറ്റ്യാടി മണ്ഡലത്തിൽ ഇത്തവണ വോട്ട് ചെയ്യാനുള്ളത്. ഏറ്റവും കുറവ് കുന്നമംഗലം മണ്ഡലത്തിലാണ്. 113 പ്രവാസി വോട്ടർമാരാണ് കുന്നമംഗലം മണ്ഡലത്തിലുള്ളത്. പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം 78,432 കന്നി വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിൽ ഇത്തവണയുള്ളത്. ഈ കന്നി വോട്ടർമാർ തന്നെയാകും ഇത്തവണ ആരായിരിക്കും ഒരു അന്തിമ വിജയി എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുക. ഈ കന്നി വോട്ടർമാരുടെ കണക്കുകൾ തന്നെയായിരിക്കും.
1886 പോളിംഗ് സ്റ്റേഷനുകളാണ് 13 മണ്ഡലങ്ങളിലായി ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബൂത്ത് ഉള്ളത് നാദാപുരം മണ്ഡലത്തിലാണ്. 167 പോളിംഗ് സ്റ്റേഷനുകൾ നാദാപുരം മണ്ഡലത്തിൽ. 65 പോളിംഗ് സ്റ്റേഷനുകൾ മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളാണ്. ഒപ്പം 15 പോളിംഗ് സ്റ്റേഷനുകൾ വനിതാ പോളിംഗ് സ്റ്റേഷനുകളുമാണ്. അത്തരത്തിൽ വലിയൊരു സജ്ജീകരണങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ കേന്ദ്രസേന അടക്കമുള്ളവരെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വിന്യസിച്ചിരുന്നു. പ്രശ്നബാധിത ബൂത്തുകളിലും അതീവ പ്രശ്നബാധിത ബൂത്തുകളിലും മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളിലും കൂടുതൽ കമ്പനി സേനകളെ വിന്യസിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മണ്ഡലങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു. കനത്ത ഒരു പോളിംഗ് പ്രതീക്ഷയിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ. നമുക്കറിയാം, ഒരു ഇടതുകോട്ട, ഉറച്ച ഇടതുകോട്ട എന്ന് രാഷ്ട്രീയ കേരളം പറയുന്ന ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട് ജില്ല. കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 13 മണ്ഡലങ്ങളിൽ 10 മണ്ഡലവും LDF-നൊപ്പമായിരുന്നു. 3 മണ്ഡലങ്ങളിൽ മാത്രമേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് വിജയിക്കാനായുള്ളൂ. ഈ ഒരു നില മെച്ചപ്പെടുത്തുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാണ് പ്രചാരണ ദിനങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചത്. അതോടൊപ്പം തന്നെ BJP BDJS സഖ്യവും കുന്തയിൽ വളരെ സജീവമായി തന്നെ മത്സര രംഗത്തുണ്ട്. വളരെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളും BDJS പിന്തുണയ്ക്കുന്ന NDA സഖ്യം കോഴിക്കോട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നടത്തിയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒരു മണ്ഡലമെങ്കിലും പിടിച്ചെടുക്കാമെന്ന ഒരു ആത്മവിശ്വാസവും ഒരു കണക്കുകൂട്ടലും തന്നെയാണ് BDJS പിന്തുണയ്ക്കുന്ന NDA സഖ്യം. ഒപ്പം തങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ നില മെച്ചപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് UDF-ഉം LDF-ഉം ജില്ലയിലുള്ളത്. അജിംഷാദ്. തീർച്ചയായും വിനീഷ, ഒരുപക്ഷെ പുതിയതായി എത്തുന്ന വോട്ടർമാരെ സ്വാധീനിക്കുക എന്നത് മുന്നണികളുടെ മുമ്പിലെ ഒരു വലിയ വെല്ലുവിളിയാണ് സ്വാമി. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപക്ഷെ ഈ ന്യൂ ജനറേഷനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ വളരെ സജീവമായി മുന്നണികളും ഉണ്ടാകുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് അതേ സംബന്ധിച്ചൊന്ന് സൂചിപ്പിച്ചാൽ വിനീഷ. തീർച്ചയായും അജിംഷാദ്, വളരെ സജീവമായി തന്നെ സോഷ്യൽ മീഡിയകളിലും ഒപ്പം മറ്റു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലും ഭാഗവാക്കാകുന്ന ആൾക്കാർ തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ കന്നി വോട്ടർമാരും ഉൾപ്പെടുന്ന ആ ഒരു ജനത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളിൽ സോഷ്യൽ മീഡിയയിലായാലും അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗങ്ങളിലായാലും യുവാക്കളുടെ ഒരു സാന്നിധ്യം, ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രമുഖ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയിലും ഒപ്പം സ്ഥാനാർത്ഥികളുടെ പൊതുപരിപാടികളിലും കൂടുതൽ പങ്കാളിത്തം യുവജനതയുടെ തന്നെയായിരുന്നു. ഈ ഒരു കന്നി വോട്ടർമാർ തന്നെയാകും കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗധേയം നിർണ്ണയിക്കുക എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ രീതിയിലുള്ള 78,432 കന്നി വോട്ടർമാരാണ് ഇത്തവണ കോഴിക്കോട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ കന്നി വോട്ട് ചെയ്യാൻ എത്തുന്നത്. തീർച്ചയായും ഇവർ തന്നെയായിരിക്കും കോഴിക്കോടിന്റെ ഒരു ഭാഗധേയം, അന്തിമ വിജയം ആർക്കൊപ്പം എന്ന് നിർണ്ണയിക്കുന്നതിലെ പ്രധാന ഘടകം ഈ കന്നി വോട്ടർമാർ തന്നെയായിരിക്കും. വിവിധ രാഷ്ട്രീയ ചിന്തകൾ അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ, കൃത്യമായ തിരഞ്ഞെടുപ്പ് നിലപാടുകൾ വെച്ചു പുലർത്തുന്നവർ തന്നെയാണ് തങ്ങളെന്ന് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ യുവാക്കൾ തെളിയിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ എന്തൊക്കെ, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ വികസന നടപടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ കൃത്യമായും യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടത് വലത് ഒപ്പം BDJS പിന്തുണയ്ക്കുന്ന NDA സഖ്യവും. യുവാക്കളുടെ ഒരു ട്രെൻഡ് തങ്ങൾക്ക് അനുകൂലമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം യുവാക്കൾക്കിടയിൽ ഒരു വലിയൊരു തരംഗം തന്നെ സൃഷ്ടിക്കും എന്നൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് മറ്റ് എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങളിലും ഉള്ളതുപോലെ തന്നെ BJP കോഴിക്കോട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലും കണക്കുകൂട്ടുന്നത്. പ്രധാനമന്ത്രിയുടെ ഒരു പ്രഭാവം, ഒരു ന്യൂജൻ തരംഗം തീർച്ചയായും കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. ഒരുപക്ഷെ സോമി, മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറം സജീവമായി സ്വാലിഹുണ്ട്. ഒരുപക്ഷെ കൊമ്പനാനകൾ കൊമ്പ് കോർക്കുന്ന സ്ഥലം എന്ന് തന്നെ പറയാം. ജിതിനാണ് ചേരുന്നത് മലപ്പുറത്ത് നിന്നും. ജിതിൻ, ഒരുപക്ഷെ വേങ്ങര അടക്കം പെരിന്തൽമണ്ണ അങ്ങനെ ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്, മന്ത്രിമാരടക്കമുള്ളവർ കൊമ്പ് കോർക്കുന്ന സ്ഥലം. പല അട്ടിമറികളും പ്രതീക്ഷിക്കുന്നു പല കോണുകളും എന്ന പ്രത്യേകത കൂടി മലപ്പുറത്തിനുണ്ട്. മലപ്പുറത്തിന്റെ പോളിംഗ് സ്വഭാവം, അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ.
അജിംഷാദ്, നമുക്കറിയാം ഏറ്റവും കൂടുതൽ വോട്ടർമാരും ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുമുള്ള ജില്ലയാണ് മലപ്പുറം. 30,33,000 വോട്ടർമാരും 16 മണ്ഡലങ്ങളും ജില്ലയിലുണ്ട്. ഒപ്പം തന്നെ അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് വമ്പന്മാർ മത്സരിക്കുന്ന ഒരിടം കൂടിയാണ് മലപ്പുറം ജില്ല. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മന്ത്രി പി കെ അബ്ദുറബ്ബ്, AP അനിൽകുമാർ, ആര്യാടൻ മുഹമ്മദ് എല്ലാ തവണയും മത്സരിച്ചിരുന്ന നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ഇത്തവണ മത്സരിക്കുന്നു. ഇത്തരത്തിൽ വമ്പന്മാരുടെ പോരാട്ടം കൊണ്ടുകൂടി ശ്രദ്ധേയമാകുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. 2365 പോളിംഗ് ബൂത്തുകളാണ് മലപ്പുറത്ത്, ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മലപ്പുറത്ത് വോട്ടിങ്ങിനായി ഒരുങ്ങിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള സെൻറ്റ് ജമാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 96-ാം നമ്പർ ബൂത്തിന് മുന്നിലാണ്. ഇവിടെ മോക്ക് പോളിംഗ് പുരോഗമിക്കുകയാണ്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നിലവിൽ സജ്ജമായി കഴിഞ്ഞു. ഒപ്പം തന്നെ വോട്ടിങ്ങിൽ വോട്ടർമാർക്ക് തങ്ങളുടെ വോട്ടിൻ്റെ കൃത്യത പരിശോധിക്കാനുള്ള VVPAT സംവിധാനവുമുള്ള സംസ്ഥാനത്തെ 12 മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇത്തവണ മലപ്പുറം മണ്ഡലം. എന്തായാലും വോട്ടിങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയത് കാരണം ഒട്ടേറെ കോലാഹലങ്ങളുണ്ടായ ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ സജ്ജീകരണങ്ങളും വലിയ മുന്നൊരുക്കങ്ങളും വോട്ടിംഗ് മെഷീൻ തന്നെയാണ് ജിതിൻ. അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരുപക്ഷെ പല വോട്ടിംഗ് മെഷീനുകളും തകരാറിലായി. അതിനകത്ത് ആദ്യഘട്ടത്തിലൊക്കെ അട്ടിമറി വരെ സംശയിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത്തവണ ഏതാണ്ട് മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. വളരെ കൃത്യതയോടുകൂടി സംവിധാനത്തെ മുമ്പോട്ട് നീക്കാൻ പ്രാപ്തമാണ് അവിടം എന്ന് തന്നെ നമുക്ക് ബോധ്യമാകുന്നു, അല്ലേ ജിതിൻ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. അടിയന്തര സാഹചര്യം നേരിടാനായി 575 അധിക വോട്ടിംഗ് മെഷീനുകൾ, ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും അടങ്ങുന്ന അധിക വോട്ടിംഗ് മെഷീനുകൾ ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സെക്ടറൽ ഓഫീസർമാർക്കും മറ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ഇതിനായിട്ടുള്ള പ്രത്യേക പരിശീലനവും പ്രത്യേക കർശനമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വോട്ടിംഗ് മെഷീൻ തകരാറായതിനെ തുടർന്ന് അതിനെക്കുറിച്ച് പഠിച്ച സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ മഴ കാരണം അതിൻ്റെ ഈർപ്പം തട്ടിയായിരുന്നു വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായത് എന്നായിരുന്നു ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാഹചര്യം നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഒപ്പം തന്നെ എല്ലാ ബൂത്തിലേക്കും 2 ടെക്നീഷ്യന്മാരെയും ഒപ്പം സെക്ടറൽ ഓഫീസർമാർക്കും മറ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് നേരിടാനുള്ള പ്രത്യേക പരിശീലനങ്ങളും ആദ്യം തന്നെ നൽകിയിരുന്നു എന്നാണ് നമുക്ക് അറിയുന്ന വിവരം. എന്തായാലും 575 അധിക വോട്ടിംഗ് മെഷീനുകൾ ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ ഒരു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ 121 പ്രശ്നബാധിത ബൂത്തുകൾ ജില്ലയിലുണ്ട്. ഒപ്പം മറ്റിടങ്ങളിൽ നിന്ന് എടുത്തു പറയേണ്ട കാര്യം മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ബൂത്തുകളിൽ അധികവുമുള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. ജില്ലയുടെ മലയോര മേഖലകൾ നിലമ്പൂർ, പൂക്കോട്ടുംപാടം, കരുളായി തുടങ്ങിയ ഇടങ്ങളിലെ മണ്ഡലങ്ങളെല്ലാം തന്നെ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. ഇവിടെ കേന്ദ്രസേന CRPFൻ്റെ അതീവ സുരക്ഷയാണ് ഈ ബൂത്തുകളിലെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ 121 പ്രശ്നബാധിത ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 36 അതീവ പ്രശ്നബാധിത ബൂത്തുകളും ജില്ലയിലുണ്ട്. എന്തായാലും വോട്ടിംഗ് മെഷീൻ മോക്ക് പോളിംഗ് എല്ലാ ബൂത്തുകളിലും പുരോഗമിക്കുകയാണ്. നിലവിൽ ഒരു പ്രശ്നങ്ങളും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും മലപ്പുറം ജില്ലയിൽ തയ്യാറായി കഴിഞ്ഞു. ഒപ്പം തന്നെ അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പല മണ്ഡലങ്ങളിലും ഇത്തവണ തീപ്പാറും പോരാട്ടമാണ് നടക്കുന്നത്. ലീഗിൻ്റെ കോട്ട എന്ന് നേരത്തെ വിശേഷിപ്പിച്ചിരുന്ന മലപ്പുറത്തെ ഈ ഇലക്ഷനിൽ അങ്ങനെ വിശേഷിപ്പിക്കാമോ എന്നത് തന്നെ സംശയമാണ്. കാരണം ലീഗിൻ്റെ ഉറച്ച കോട്ടകളായ 5 മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും തീപ്പാറും പോരാട്ടം തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. ഒപ്പം തന്നെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് LDF സ്ഥാനാർത്ഥി PV അൻവർ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വലിയ ശക്തമായ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ താനൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ V അബ്ദുറഹിമാനും വലിയ മത്സരം കാഴ്ചവെക്കുന്നു. ഒപ്പം തിരൂരിലും മങ്കടയിലും പെരിന്തൽമണ്ണ മന്ത്രി മഞ്ഞളാംകുഴി അലിക്കും V ശശികുമാറിൽ നിന്നും ശക്തമായ മത്സരമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ 5 മണ്ഡലങ്ങളിൽ വലിയ തീപ്പാറും പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. വമ്പന്മാർക്ക് കാലിടറുമോ എന്ന ചോദ്യം ഈ മണ്ഡലങ്ങളിൽ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിൽ LDF കൈവശം വെച്ചിരിക്കുന്ന 2 മണ്ഡലങ്ങൾ താവനൂർ, പൊന്നാനി എന്നീ മണ്ഡലങ്ങളിലും നല്ല മത്സരം തന്നെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധയാണ് മലപ്പുറത്തെ ഈ മണ്ഡലങ്ങളിലേക്കെല്ലാം തന്നെ ഇത്തവണ പതിയുന്നത്. അത് അവിടുത്തെ തീപാറും പോരാട്ടത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ്. ഒപ്പം തന്നെ മലപ്പുറത്ത് പ്രമുഖ വോട്ടർമാർ ഒട്ടേറെ VIP വോട്ടും ഈ ഇലക്ഷനിൽ പോൾ ചെയ്യപ്പെടാനുണ്ട്. പാണക്കാട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി തങ്ങളും കുടുംബവും മലപ്പുറം ജില്ലയിൽ തന്നെ മലപ്പുറം നഗരത്തിലെ തന്നെ പാണക്കാട് സ്കൂളിലെത്തിയായിരിക്കും 7 മണിയോടുകൂടി ആ ബൂത്തിലെ ആദ്യ വോട്ട് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും അതേ ബൂത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തും. ഒപ്പം മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ
നിലമ്പൂരിലെ AUP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തുക. മന്ത്രി PK അബ്ദുൾ റബ്ബ് പരപ്പനങ്ങാടി പനങ്ങാങ്കര ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തും. മന്ത്രി AP അനിൽകുമാർ 10 മണിയോടുകൂടി മലപ്പുറം MS. തീർച്ചയായും ജിതിൻ, സോമി, കൊല്ലത്തെ 11 മണ്ഡലങ്ങളുടെ വിവരങ്ങളുമായി രാജ്കുമാർ നമ്മോടൊപ്പം ഉണ്ട്. പോകാം, അതിലേക്ക് പോകാം. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം. കേരളത്തോടൊപ്പം തത്സമയ വിവര സന്ദേശങ്ങൾ കൈമാറി പീപ്പിൾ ടിവിയും ഉണ്ട് 140 മണ്ഡലങ്ങളുടെയും. പോകാം, ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. കേരളം ഇന്ന് വിധി എഴുതുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നുള്ള സമഗ്ര വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളുമാണ് പീപ്പിൾ ടിവി ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കൊല്ലത്ത് ഒരുപക്ഷെ അജിംഷാദ് ഒരു രാഷ്ട്രീയപരമായ പോരാട്ടത്തിനപ്പുറം താരപോരാട്ടം നടക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ കൂടി ശ്രദ്ധേയമാണ് കൊല്ലത്തെ പത്തനാപുരം. അത്തരത്തിൽ ശ്രദ്ധേയമായ 11 നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം തീർച്ചയായിട്ടും ഉള്ളത്. 9 നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ജില്ലയിലുള്ളത്. സമഗ്ര വിവരങ്ങളുമായി രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. രാജ്കുമാർ, എങ്ങനെയാണ് കൊല്ലത്തിന്റെ ഒരു പോളിംഗ് സ്വഭാവം? ഒപ്പം തന്നെ തെക്കൻ ജില്ലകളിലുള്ള മഴ ഏതെങ്കിലും തരത്തിൽ കൊല്ലം ജില്ലയെ ബാധിക്കുന്നുണ്ടോ? സോമി, ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണെന്ന് പറയാനാകില്ല. കൊല്ലം നഗരം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ശമനം വന്നിട്ടുണ്ട്. അതേസമയം കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയുണ്ട്. ഒരുപക്ഷെ മഴയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സ്ത്രീ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. അല്ലെങ്കിൽ കൊല്ലം നഗരം പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് കൊല്ലം ജില്ലയുടെ തെക്കൻ മേഖല പരിശോധിച്ചു കഴിഞ്ഞാൽ രാവിലെ മുതൽ ഉച്ചയ്ക്കകം വെച്ച് വോട്ട് ചെയ്ത് തീർക്കണം എന്നുള്ള നിലയിലാണ് വീട്ടമ്മമാരുടെയും കുടുംബങ്ങളുടെയും വോട്ടർമാരുടെയും തീരുമാനം. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് ആ രീതിയിലേക്ക് പോകുമെന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് പറയാനുള്ളത്. അതേസമയം 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ ഒരു പോരാട്ടം, തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് കഴിഞ്ഞ 2 മാസം കൊണ്ട് ഇരു മുന്നണികളും ഒപ്പം NDAയും പൂർത്തിയാക്കിയത്. ജില്ലയിൽ NDAയ്ക്ക് കാര്യമായ വോട്ട് ഷെയറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതയോ വിജയസാധ്യതയോ ഒന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും പറയാനാകുന്നില്ല. അതേസമയം ഇടതുമുന്നണിയും വലതു മുന്നണിയും തമ്മിലുള്ള മത്സരം തന്നെയാണ് കൊല്ലം ജില്ലയിൽ അരങ്ങേറിയത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം താരങ്ങളുടെ പോരാട്ടം. അത് കൊല്ലത്ത് മുകേഷ് മത്സരിക്കുന്നു. ഒപ്പം തന്നെ പത്തനാപുരത്ത് ഗണേഷ് കുമാർ, അവിടെ ജഗദീഷ്, ഭീമൻ രഘു തുടങ്ങിയ 3 സ്ഥാനാർത്ഥികൾ പത്തനാപുരത്ത് താരപരിവേഷം കൊണ്ട് തന്നെ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ല വല്ലാതെ അങ്ങ് ഖ്യാതി നേടി. കൊല്ലം ജില്ലയുടെ ഇതിൽ തെരഞ്ഞെടുപ്പ് പോര് ഇന്ന് ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയുള്ളവർ മുഴുവനും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആവേശവും അവർക്കുണ്ട്. അതിൻ്റെ അത്രമാത്രം അരിയൊലികളും അതിൻ്റെ ഫോൺ വിളികളും ഓരോ നിമിഷവും ഈ പറയുന്ന കൊല്ലത്തും പത്തനാപുരം മണ്ഡലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ താരപരിവേഷത്തിനൊപ്പം രാഷ്ട്രീയ പോരാട്ടം കൂടി ഈ മണ്ഡലങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും അത് വിവാദമാവുകയും പിന്നീട് അതിന് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന് പിന്തുണ നൽകിക്കൊണ്ട് നടൻ ദിലീപ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും ആ നിലയിലൊക്കെ തന്നെ സാംസ്കാരിക കേരളം മുഴുവനും ആ പ്രശ്നത്തിൽ അങ്ങനെ ഒരു നിലപാട്, ഒരു പിന്തുണ നൽകിക്കൊണ്ട് സ്വീകരിച്ചു എന്ന് വേണം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം ഏറ്റവും നിർണായകമായ ഒരു ഘടകം കൊല്ലം ജില്ലയിൽ 20,93,000 വോട്ടർമാരിൽ നല്ല ശതമാനം, അതായത് ഒരു പതിനായിരക്കണക്കിന് വരുന്ന കശുവണ്ടി തൊഴിലാളികളുടെ വോട്ട് ഇക്കുറി നിർണായകമാവും. എപ്പോഴൊക്കെ കശുവണ്ടി തൊഴിലാളികളെ ഏതെങ്കിലും ഗവൺമെൻറ് കൈവിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കശുവണ്ടി തൊഴിലാളികൾ കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ട്. ആ ഒരു കണക്ക് കൂടി നമുക്കിവിടെ എടുത്ത് പറയേണ്ടതാണ്. ഒപ്പം തന്നെ പരമ്പരാഗത മേഖലയിലെ മറ്റ് തൊഴിലാളികൾ, മത്സ്യമേഖലയാണെങ്കിലും അതുപോലെ കയർ തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ ഉൾപ്പെടുന്ന ആ തൊഴിലാളികളുടെ വോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താറുണ്ട് എന്ന് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം, കൊല്ലം ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. 2006 നമ്മളിത് കണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് ചില ഇതിലേക്ക് വരുമ്പോൾ പുതിയ വോട്ടർമാരുടെ നിലപാടുകൾ, അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ തോതിലുള്ളൊരു പ്രചരണം 43% സോഷ്യൽ മീഡിയയിൽ കൊല്ലം ജില്ലയുടെ പങ്ക് എന്നൊരു ചില സർവേ ഫലങ്ങൾ വന്നിരുന്നു. 43% പേർ ഇതിൻ്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മോക്ക് പോളിംഗ് എല്ലാം കഴിഞ്ഞു. കൊല്ലത്ത് സ്ഥാനാർത്ഥികളുടെ മുഴുവനും
ഈ പോളിംഗ് ബൂത്തിലേക്ക് ഇനി ജയിപ്പിക്കാനായി പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തിയാൽ മാത്രം മതിയാകും. ഇലക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ, ചില അസൗകര്യങ്ങളും മറ്റുമൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അടുത്ത് തന്നെ ഇനി പോളിംഗ് ആരംഭിച്ചാൽ മാത്രമേ മെഷീനുകൾ സംബന്ധിച്ചുള്ളത് കൃത്യമാണോ അതിനെന്തെങ്കിലും, അതുപോലെ തന്നെ അത് പരിഹരിക്കാനായി ആൾട്ടർനേറ്റീവ് സംവിധാനങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും. ഒപ്പം താരപ്രഭയ്ക്കൊപ്പം ശക്തമായ രാഷ്ട്രീയം കൂടി കൊല്ലത്തെ നിർണ്ണയിക്കുന്നുണ്ട്. പല കക്ഷികളുടെയും നിർണായകമായ വിലയിരുത്തൽ കൂടി കൊല്ലം ജില്ല ഇടറിയത് എനിക്ക് തോന്നുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അതെ അതെ, തീർച്ചയായും. ഇടവേളയിലേക്ക് പോകാം. തീർച്ചയായും വോട്ടെടുപ്പ് വിധിയെഴുത്ത് കേരളത്തിൻ്റെത് തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 7 മണിയോടുകൂടി ആണ് വോട്ടെടുപ്പ് ജനവിധി തുടങ്ങുക. തീർച്ചയായും വളരെ പ്രമുഖമായ 10 മിനിറ്റ് മാത്രം. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ നിന്നും നമ്മുടെ പ്രതിനിധി ജോഷില ഉണ്ട്. സ്വാമി ജോഷില, കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞതുമാണ്. എങ്ങനെയാണ് കണ്ണൂരിന്റെ ഒരു പോളിംഗ് സ്വഭാവം? സ്വാമി, ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ അത് കണ്ണൂരിലാണ് എന്ന് വേണം പറയാൻ. സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അടക്കം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ മന്ത്രിമാരായ KP മോഹനൻ, KC ജോസഫ് എന്നിവർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ അത് കണ്ണൂരിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ കണ്ണൂരിലുണ്ട് എന്ന് വേണം പറയാൻ. അഴീക്കോട് മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാർ മത്സരിക്കുന്നു. അതുപോലെ തന്നെ കൂത്തുപറമ്പിലും ഇരിക്കൂറിലും ഏറ്റവും കടുത്ത മത്സരം നടക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അഴീക്കോട് മണ്ഡലം അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകളായ LDFന്റെ എല്ലാ സിറ്റിംഗ് സീറ്റുകളിലും അത് ഭൂരിപക്ഷം ഉറപ്പാക്കുന്ന വിധത്തിലേക്കാണ് കണ്ണൂർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മറ്റുള്ള മണ്ഡലങ്ങൾ 5 മണ്ഡലങ്ങളിൽ നേരത്തെ സിറ്റിംഗ് സീറ്റ് അല്ലാതിരുന്ന മണ്ഡലങ്ങളിൽ പോലും കടുത്ത മത്സരത്തിലേക്ക് കണ്ണൂർ നീങ്ങുന്നു. അഴീക്കോട് മണ്ഡലം, പേരാവൂർ മണ്ഡലം, കൂത്തുപറമ്പ് മണ്ഡലം, അതുപോലെ തന്നെ ഇരിക്കൂർ മണ്ഡലം, ഇവയിലെല്ലാം തന്നെ കടുത്ത മത്സരങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് വേണം പറയാൻ. ഈ 3 മണ്ഡലങ്ങൾ കണ്ണൂർ, അഴീക്കോട്, ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ വിമത സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥികളുടെ ശക്തമായ സാന്നിധ്യം, ഇത് UDF ഉണ്ടാക്കുന്ന പിളർപ്പ്, ഇതൊക്കെ തന്നെ കണ്ണൂരിലെ രാഷ്ട്രീയത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 5 മണ്ഡലങ്ങൾ, ഈ 5 മണ്ഡലങ്ങളുടെ വിധി അതെന്തായിരിക്കും എന്നുള്ളതാണ് വോട്ടർമാർ നിർണ്ണയിക്കേണ്ടത്. അതാണ് വിദേശങ്ങളിലടക്കം വിദേശത്ത് പോലും നിൽക്കുന്ന മലയാളികൾ ഏറ്റവും ശ്രദ്ധയോടെ നോക്കുന്ന മണ്ഡലമാണ്. പ്രത്യേകിച്ച് ഇരിക്കൂർ മണ്ഡലം. ഇരിക്കൂർ മണ്ഡലത്തിൽ KC ജോസഫ് 35 വർഷമായി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ KC ജോസഫിനെതിരെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി രംഗത്ത് വരുന്നു. KT ജോസ് എന്ന CPIയുടെ പ്രതിനിധിയായി KT ജോസ് രംഗത്ത് വരുന്നു. അതേസമയം തന്നെ KC ജോസഫിനെതിരെ കോൺഗ്രസിലെ വിമതർ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു. വിമതർ എന്നുള്ളത് പൊതുവിമതനായിക്കൊണ്ട് ബിനോയ് തോമസിനെ മത്സരിപ്പിക്കുന്നു. ഇത് UDF ഉണ്ടാക്കുന്ന വിള്ളൽ. ഈ വിള്ളൽ ഇരിക്കൂർ മണ്ഡലത്തിലെ വോട്ടിനെ കാര്യമായി ബാധിക്കും, UDFന്റെ വോട്ടിനെ കാര്യമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ KC ജോസഫിന്റെ മണ്ഡലം, ഇരിക്കൂർ മണ്ഡലം, അവിടുത്തെ മത്സരം അത് ശ്രദ്ധേയമായി മാറുന്നു എന്നുള്ളതാണ്. ജോഷില, ഇപ്പോൾ തന്നെ ജോഷിലയുടെ പിറകുവശത്ത് ഒരു നീണ്ട ക്യൂ തന്നെ, സ്ത്രീകളുടെ ഒരു നീണ്ട ക്യൂ തന്നെ കാണുന്നുണ്ട്. വോട്ടെടുപ്പിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്ത്രീകൾ എങ്ങനെ ആദ്യം തന്നെ വോട്ട് ചെയ്യണമെന്ന ഒരു നിർബന്ധത്തിൽ തന്നെയാണോ? തീർച്ചയായും സ്വാമി, ഇത്തവണ 6 മണിയോടുകൂടി തന്നെ നീണ്ട ക്യൂ, അതായത് എല്ലാ പോളിംഗ് ബൂത്തുകളിലും നീണ്ട നിര കണ്ടു തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം. ഇവിടെയുള്ള ഞാൻ RCMല ബേസിക് UP സ്കൂളിലാണുള്ളത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ധർമ്മട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം ഏകദേശം 7 മണിയോടുകൂടി ഈ പോളിംഗ് ബൂത്തിൽ എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കുടുംബസമേതം ഈ പോളിംഗ് ബൂത്തിൽ എത്തും. അല്പസമയത്തിനകം ജില്ലാ സെക്രട്ടറി PJ രാജൻ പാട്യം പാച്ചക്കണ്ടി LP സ്കൂളിലും, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ RCML സ്കൂളിലും, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജൂനിയർ BUP സ്കൂളിലും, കോടിയേരിയുള്ള ജൂനിയർ BUP സ്കൂളിലും മന്ത്രി KC ജോസഫ് പോസ്റ്റൽ വോട്ടാണ് ഇത്തവണ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലാണ് കണ്ണൂർ ജില്ലയിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. സ്വാമി, സ്ത്രീകളുടെ നീണ്ട നിരയാണ്. ഒരുപക്ഷെ പുരുഷന്മാരുടെ നിര തൊട്ടപ്പുറമുണ്ട്. സ്വാമി, ഒരുപക്ഷെ കണ്ണൂർ ജില്ലയെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വിമതശല്യം ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. അത്തരത്തിൽ തന്നെ തന്നെയാണ് ജോഷില. അതായത് ഒരുപക്ഷെ KC ജോസഫിന്റെ മത്സരം തന്നെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഒരുപാട് യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു. പക്ഷെ KC ജോസഫ് തന്നെ അവിടെ മത്സരിക്കുകയും ചെയ്യുന്നു ഇരിക്കൂറിൽ. അങ്ങനെയാണെങ്കിൽ
ഒപ്പം ധർമ്മടം പോലെ വളരെ ഇടതുപക്ഷത്തെ ഏറ്റവും പ്രമുഖനായ നേതാക്കന്മാരിൽ ഒരാളായ പിണറായി വിജയൻ മത്സരിക്കുന്നു. ഇങ്ങനെ ഉള്ള സാധ്യതകൾ കൊണ്ടും കണ്ണൂർ വളരെ പ്രാധാന്യം അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ വോട്ടെടുപ്പിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ ആ ഒരു ഈ ഘട്ടത്തിലുള്ള വികാരം പരിശോധിക്കുമ്പോൾ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ്, ഏറ്റവും ആവേശകരമായ തെരഞ്ഞെടുപ്പ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം കണ്ണൂർ ജില്ലയിലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിമത സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നു. അത് UDF ഉണ്ടാക്കുന്ന പിളർപ്പ് അതൊരു വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. എല്ലാവരും അവരവരുടെ കൃത്യമായ വോട്ടുകൾ രേഖപ്പെടുത്താൻ എല്ലാ വോട്ടർമാരെയും നിർബന്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. എല്ലാ വോട്ടർമാരും സ്വയം തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതി അത് കണ്ണൂരിൽ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല അഴീക്കോട് മണ്ഡലത്തിലും കണ്ണൂർ മണ്ഡലത്തിലുമുള്ള വിമത സ്ഥാനാർത്ഥികൾ നേരത്തെ കണ്ണൂരിലെ മേയർ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറിയ PK രാഗേഷ് ഇത്തവണ അഴീക്കോട് മണ്ഡലത്തിൽ വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു. മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാർ രംഗത്ത് വരുന്നു. ഈ മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാർ LDF സ്ഥാനാർത്ഥിയായി CPIM സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ വന്നെങ്കിലും പിന്നീട് LDF സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ തന്നെ മത്സരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം അതാണ് കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ വിമത സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം നേരത്തെ 500-ൽ താഴെ വോട്ടിനായിരുന്നു ഇവിടെ KM ഷാജി മത്സരിച്ച് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിമത വോട്ടുകളുടെ സാന്നിധ്യം അതൊരു നിർണായക ഘടകമായി അഴീക്കോട് മണ്ഡലത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരുപക്ഷെ സ്വാമി, അതായത് കൊല്ലത്ത് മാത്രമല്ല മറ്റൊരുത്തത് സിനിമ മേഖലയിലല്ലെന്നേ ഉള്ളൂ, സൂപ്പർ സ്റ്റാർമാരുടെ ഒക്കെ കേന്ദ്രം കൂടിയാണ് യഥാർത്ഥത്തിൽ കണ്ണൂർ മത്സരരംഗത്ത്. തീർച്ചയായും ഒരു ഇടവേളയിലേക്ക് പോകാം.